നമ്മുടെ മാർവെല്, വാണ്ട വിഷൻ, ഫാന്റാസ്റ്റിക് ഫോർ പോലുള്ള പടങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ മാറ്റ് ഷാക്മാൻ നമ്മുടെ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഫ്രാഞ്ചൈസിലോട്ട് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു ന്യൂസ് ഇപ്പോൾ ഒഫീഷ്യലി ഇന്നും ദിവസം കൺഫേം ആയിട്ടുണ്ട്. ഇതിന് പുറകെ കുറെ കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ ഇങ്ങനെ ഒരു ഡയറക്ടറിനെ ഇപ്പം ഈ ഒരു ഫ്രാഞ്ചൈസിലോട്ട് പിടിച്ചിടാനുള്ളതിൽ പല കാര്യങ്ങളും കാണും. പക്ഷേ നോർമൽ, അതായത് നമ്മുടെ സീസറിന്റെ ഫ്രാഞ്ചൈസി ഫോളോ ചെയ്ത് വരുന്നവർക്ക് അതൊരു വലിയ കാര്യമൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ ഈ ഒരു സംഭവം, അതായത് നമുക്കറിയാം കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നുള്ള ഒരു ചിത്രം 2024 വന്നിട്ടുണ്ടായിരുന്നു. ഇത് അതിനുശേഷം അതൊരു 3 പടങ്ങൾ പുറകെ വരേണ്ടതാണ്. കാരണം ആ ഒരു പടത്തിന്റെ ഡയറക്ടറായിട്ടുള്ള വെസ് ബോൾ എന്നുള്ള ഡയറക്ടർ തന്നെയാണ് അടുത്ത വരാൻ പോകുന്ന ചിത്രങ്ങളെല്ലാം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് യാതൊരു വിവരങ്ങളോ അപ്ഡേറ്റ്സോ ഒന്നും നമുക്ക് ഒഫീഷ്യൽ സൈഡിൽ നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ ചെറിയ റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് മാറ്റ് ഷാക്മാൻ ഈ ഒരു പ്രോജക്റ്റ് വിട്ട് പോകാൻ പോവാണ്. ഭയങ്കര റിസ്കി സംഭവമാണ്. കാരണം ഈ ഒരു ഫ്രാഞ്ചൈസി ഇതുവരെ നല്ല രീതിക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു പേര് ദോഷം മൊത്തം വരും എന്നുള്ളൊരു പേടി കാരണം ഈ ഒരു ഫ്രാഞ്ചൈസി വിട്ട് പോവുകയാണെന്നുള്ള ഒരു റൂമറൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് സത്യമാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പുറകെയാണ് ഇപ്പോൾ നമ്മുടെ മാറ്റ് ഷാക്മാനെ ഇപ്പോൾ നമ്മുടെ ഡിസ്നി ഈ ഒരു പടത്തിന് വേണ്ടി ഒഫീഷ്യലി കാസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാറ്റ് ഷാക്മാൻ്റെ പ്രോജക്ട്സ് എല്ലാം നമുക്ക് നോക്കിയെടുത്ത് കാണുമ്പോൾ മനസ്സിലാവും. അതായത് കൂടുതൽ ഈ ഒരു ഫാമിലി കണക്ഷനും അതേപോലെ തന്നെ ക്യാരക്ടർ ഇമോഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് ഒരു ഡ്രാമാറ്റിക് രീതിയിൽ കാണിക്കുന്ന ഒരു ഡയറക്ടർ തന്നെയാണ് നമ്മുടെ മാറ്റ് ഷാക്മാൻ. ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്കറിയാം, നമ്മുടെ വാണ്ട വിഷൻ എടുത്ത് നോക്കിയാലും അതേപോലെ തന്നെ ഫാന്റാസ്റ്റിക് ഫോർ, ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള നമ്മുടെ പെഡ്രോ പാസ്കലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ ഒരു പടങ്ങൾ എടുത്ത് നോക്കിയാലും ഒരു ഫാമിലി ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു ഡയറക്ടർ തന്നെയാണ്. അപ്പം ആ ഒരു സംഭവം തന്നെയാണ് നമുക്ക് ഈ ഒരു ഫ്രാഞ്ചൈസിൽ വേണ്ടത്. അതായത് നമ്മുടെ ഏപ്സിൻ്റെ ആയാലും ഹ്യൂമൻസിൻ്റെ ആയാലും ആ ഒരു ഇമോഷൻ വർക്കായിട്ട് മാത്രമേ ഈ ഒരു പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് മൂവീസ് എല്ലാം സക്സസ് ആവത്തുള്ളൂ. അപ്പം അത് കിടിലമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടർ തന്നെയാണ് നമ്മുടെ മാറ്റ് ഷാക്മാൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് മൂവീസിൻ്റെ ആ ഒരു സ്റ്റോറി അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് കൂടുതലും ഈ ഒരു സ്പേസ് എലമെൻറ്റും ടൈം ട്രാവൽ കോൺസെപ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസും അതേപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ക്യാരക്ടർ ഇമോഷൻസ് എല്ലാം ഒറിജിനൽ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് മൂവിക്കകത്ത് നോക്കി അതിനകത്തും ഉണ്ട്. അപ്പം ആ ഒരു സംഭവങ്ങളെല്ലാം ഇനി പുതിയതായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ മാറ്റ് ഷാക്മാനെ ഈ ഡയറക്ടറായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഒരു ഹൈ ചാൻസ് ആയിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമറാണ്, ഇത് കൺഫേം ആണോ കാര്യമൊന്നും അറിയത്തില്ല. അതായത് നമ്മുടെ കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു പുതിയ ഫ്രഷ് ഒരു 3 മൂവി ആയിരിക്കും ഇനി നമ്മുടെ മാറ്റ് ഷാക്മാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം റിയൽ ആണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതിനായിട്ട് വരാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അതിനകത്ത് നല്ല കുറേ ക്യാരക്ടേഴ്സിനെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ സീസറിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് വരുന്നിട്ടുള്ള നമ്മുടെ നോവ എന്നുള്ള പുതിയൊരു ക്യാരക്ടറിനെ അതിനകത്തോട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്യാരക്ടറിൻ്റെ ആർക്കൊക്കെ നല്ല രീതിക്കാണ് ഒരു പടത്തിൻ്റെ അവസാനം കൊണ്ട് എൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇവിടെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് 1968 വന്നിട്ടുള്ള അതിനകത്ത് 2 ഏപ്പ് മെയിൻലി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കൊർണീലിയസും സിറ എന്ന് പറഞ്ഞ 2 ക്യാരക്ടർ, അതായത് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫാൻ ഫേവറേറ്റ് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ തന്നെ എടുത്ത് പറയാൻ പറ്റും കൊർണീലിയസും സിറയും. അപ്പോൾ അവർക്കൊരു റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമ്മുടെ നോവയെയും അതേപോലെ തന്നെ സൂണ എന്നുള്ള പുതിയ 2 ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം അതേപോലുള്ള ഒരു സ്റ്റോറി, ഒരു ഓസ്ട്രോനറ്റ് ഭൂമിയിലോട്ട് വരുന്നു വർഷങ്ങൾക്ക് ശേഷം. അപ്പം അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്ലാനറ്റിൽ നിന്ന് ഒരു മനുഷ്യരെ തിരിച്ച് ആ ഒരു പഴയ ഫോമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അപ്പം ആ ഒരു ക്യാരക്ടറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൊർണീലിയസിനും സിറേനയും പോലെ നമ്മുടെ നോവയും അതേപോലെ തന്നെ നമ്മുടെ സൂണയും ട്രൈ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ കഥകൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് ആ ഒരു കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നുള്ള മൂവിയിലുള്ള ക്യാരക്ടേഴ്സൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് മൊത്തത്തെ ഒരു കളയാൻ സാധ്യത എനിക്ക് ഒട്ടും കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാവാനാണ് സാധ്യത കൂടുതൽ നമ്മുടെ ഈ ഒരു മാറ്റ് ഷാക്മാൻ ഇപ്പോൾ കൊണ്ടുവന്ന് ഈ ഒരു ഫ്രാഞ്ചൈസിലോട്ട് കൊണ്ടുവച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണലി ഒരു തോട്ടിൽ നമ്മുടെ മാറ്റ് ഷാക്മാൻ ഈ ഒരു ഫ്രാഞ്ചൈസി ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതേപോലെ തന്നെ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണോ വേണ്ടത്, അതോ ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള അതേപോലുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ ഒരു മാറ്റ് ഷാക്മാൻ വന്നതുകൊണ്ട് പല പോസിബിലിറ്റീസ് ഫ്രണ്ടിൽ തുറന്നു വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഒറിജിനൽ സ്റ്റോറി ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റി നമുക്ക് സെപ്പറേറ്റ് വേറൊരു വീഡിയോയിൽ ഫാൻ തിയറീസ് ഒക്കെ പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് നമ്മുടെ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിൻ്റെ ഒരു ഹിസ്റ്ററി, അതായത് ആ ഒരു ചരിത്രം മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു 3 മിനിറ്റിനകത്തുള്ള ഒരു വീഡിയോ ഞാൻ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.